എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഏറ്റവും അധികം പേടിച്ചിരുന്ന ഒരു അസുഖമാണ് നിപ്പ. NIV എന്ന് പറയും. നിപ്പ വൈറസ്. നിപ്പ വൈറസിന്റെ ഒരു മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാല്, നിപ്പ വൈറസ് വന്നിട്ടുണ്ടെങ്കില് 40% തൊട്ട് 75% വരെ ആളുകള് മരണപ്പെടും. അങ്ങനെയാണ് കണക്കുകൾ പറയുന്നത്. അതിന്ന് ഞാനൊന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മൾക്ക് വന്നിരുന്ന കോവിഡ് ഇല്ലേ? കോവിഡിന്റെ മോർട്ടാലിറ്റി റേറ്റ് എത്രയാണല്ലോ? 1-3%. അതായത് 100 ആളുകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 3 പേരെ കോവിഡ് കൊണ്ട് മരിക്കാറുള്ളൂ. അതാണ് അതിന്റെ ഒരു വൈറലൻസ്. മനസ്സിലായോ? നിപ്പയിലോ 100 പേരെടുത്തിട്ടുണ്ടെങ്കിൽ 40 മിനിമം തൊട്ട് 75 ആളുകൾ വരെ 100 ആളുകളിലും മരിക്കാൻ ചാൻസ് ഉള്ള ലോകത്ത് തന്നെ മൂന്നാമത്തെ ഏറ്റവും വൈറലൻസ് കൂടിയ ഒരു ഡിസീസാണ് നിപ്പ. അത് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിപ്പ വൈറസ് എന്താണ്, എങ്ങനെയാണ്, എവിടുന്നാണ് സ്പ്രെഡ് ആവുക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിപ്പ വൈറസ് യൂഷ്വലി സ്പ്രെഡ് ആവുക വവ്വാലിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഈ ഒരു കാലത്ത് എന്താ വെച്ചാൽ ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. കഴിയുന്നതും ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക. നിലത്ത് കിടക്കുന്ന ഫ്രൂട്ട്സ് തൊടാൻ പോകണ്ട. അതേപോലെ ഞാവൽപ്പഴം എസ്പെഷ്യലി തൊടാൻ പോകണ്ട. അതേപോലെ തന്നെ നിങ്ങൾ ഈ നമ്മുടെ പന പനേന്റെ അവിടുന്ന് കിട്ടുന്ന പനേന്റെ ഒരു നീര്, സാപ്പ് എന്ന് പറയും. പനേന്റെ സാപ്പ്, അതേപോലെ ഇന്റിന്റെ സാപ്പ് അതൊന്നും കുടിക്കാൻ നിൽക്കണ്ട. അതേപോലെ ടോഡി, കള്ള്, പനങ്കള്ള് എന്ന് പറയില്ലേ? നമ്മൾ ചെത്തിയെടുക്കുന്ന കള്ള്, അതും ദയവ് ചെയ്ത് കഴിക്കരുത്. കാരണം ഇതും നമ്മളെ ഈ ഈ നമ്മുടെ എന്താ പറയാ, വവ്വാല് കുടിക്കുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഈ വക സാധനങ്ങൾ ടോഡി അല്ലെങ്കിൽ ഇതിന്റെ ഡേറ്റിന്റെ സാപ്പ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ കിണറുകളും അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ ആ കെട്ടിക്കിടക്കുന്നതൊക്കെ കവർ ചെയ്യുക. അതായത് രാത്രി ഈ വവ്വാലുകളൊക്കെ വന്ന് അവിടെ ചിലപ്പോൾ എക്സ്ക്രീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വേസ്റ്റ് അവിടെ ഡെപ്പോസിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയാലും നമുക്ക് സ്പ്രെഡ് ആവും. നിപ്പ വൈറസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സിംറ്റംസ് പനി ഉണ്ടാവുക. പിന്നെ രണ്ടാമത് ഹെഡേക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഓക്സിജന്റെ സാച്ചുറേഷൻ അളവ് കുറഞ്ഞ് വരാൻ തുടങ്ങും. ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കാലക്രമേണ മെല്ലെ 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 കാലക്രമേണ എന്ന് പറയാൻ പറ്റില്ല. 2-3 ദിവസം കൊണ്ട് തന്നെ മെല്ലെ മെല്ലെ SpO2 കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ അക്യൂട്ട് റെസ്പിറേറ്ററി സിംപ്റ്റം ആയിട്ട് നമുക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അതാണ് വളരെ വലിയൊരു, എന്താ പറയാ, സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ട് യൂഷ്വലി മരണങ്ങൾ വരിക എങ്ങനെയാണെന്ന് വെച്ചാല് ബ്രെയിനില് നീര് വരുമ്പളാണ്. എൻസെഫലൈറ്റിസ് എന്ന് പറയും. ബ്രെയിനില് നീര് വന്നാലുള്ള പ്രോബ്ലം എന്താ വെച്ചാല്, ഒന്നാമത് ബ്രെയിനില് നീര് വരുമ്പോ നമുക്ക് ഡെത്ത് ഏകദേശം 75% ഉറപ്പാണ്. മാത്രല്ല ബ്രെയിനില് നീര് വന്നിട്ടുണ്ടെങ്കിൽ അത് ചില കേസുകളിൽ ഇറിവേഴ്സിബിൾ ആണ്. അതായത് ഇപ്പൊ 75% നിപ്പ വെച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി 25% രക്ഷപ്പെട്ടവര് രക്ഷപ്പെട്ട് പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അതിൽ തന്നെ ഏകദേശം ഒരു 60% ആളുകൾക്കും ലോങ് ടേമില് ഭാവിയില് അവർക്ക് കോമയിലായിട്ടുണ്ട്. അവർക്ക് പല രീതിയില് പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഇപ്പൊ രാമനാട്ടുകരയാണ് ഒരു കേസ് കണ്ടുപിടിച്ചത്. അയാള് എന്തോ ഗോഡൗൺ തുറക്കാൻ പോയപ്പോ അവിടെ കുറെ വവ്വാലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ എക്സ്ക്രീറ്റ അയാളെ മെയിലായിട്ടാണ് ആയതെന്നാണ് പറയുന്നത്. അപ്പോ അതിപ്പോ ഏകദേശം കുറച്ച് ദിവസം ആയ സ്ഥിതിക്ക് കുറെ ആളുകളായിട്ട് കോൺടാക്ട് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽസിനായിട്ടും കോൺടാക്ട് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാസ്ക് ധരിക്കുക. ഇത് യൂഷ്വലി സ്പ്രെഡ് ആവുക തുപ്പൽ വഴിയും. അതായത് നിപ്പ ഉള്ള ഒരാളെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും വരും. യൂഷ്വലി നിപ്പ വൈറസ് സ്പ്രെഡ് ചെയ്യപ്പെടാന്ന് വെച്ചാൽ അയാൾക്ക്, ഈ നിപ്പ വൈറസ് ഉള്ള ആൾക്ക് സിംപ്റ്റംസ്, അതായത് ഫസ്റ്റ് റെസ്പിറേറ്ററി സിംപ്റ്റംസ് കാണിച്ചു തുടങ്ങി അപ്പൊ തൊട്ടാണ് ചുമയൊക്കെ തുടങ്ങും. ചുമയൊക്കെ തുടങ്ങി അപ്പൊ തൊട്ടാണ് ഉണ്ടാവുക. നല്ല തൊണ്ടവേദന ഉണ്ടാവും ട്ടോ. തലവേദന, തൊണ്ടവേദനയൊക്കെ ഇതിന്റെ ഭയങ്കര ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഡോക്ടറെ കാണിക്കാതെ നിങ്ങൾ വിചാരിക്കുകയാണ് ക്വാറന്റൈനിലൊക്കെ പോയാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളെ ലൈഫ് നിങ്ങൾ തന്നെ തൊലച്ചു എന്ന് അർത്ഥം. കാരണം എന്താ വെച്ചാൽ 75% നിങ്ങൾ മരിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ബാക്കി 25% നിങ്ങൾക്ക് ലോങ് ടേം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഇൻക്ലൂഡിങ് കോമ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ബി സേഫ് ആൻഡ് ഓൾസോ, എന്താ പറയാ, ഒന്ന് അവെയർ ആവാം അതിനെ പറ്റിയൊക്കെ. ഓക്കെ, താങ്ക് യു.